പകയുടെ ചോരക്കൈകൾ ഇരയെ തേടി നടക്കുന്ന ദേവിന്റെ കണിക പോലുമില്ലാത്ത കാലത്താണോ നാം ജീവിക്കുന്നത്? കളിക്കളത്തിലെ തർക്കം, നിസ്സാരമായി അവസാനിപ്പിക്കാവുന്ന കുട്ടികൾക്കിടയിലെ ചില തർക്കങ്ങൾ എല്ലാം അവസാനിപ്പിക്കുന്നതിന് പകരം എരിതിയിൽ എണ്ണയൊഴിച്ച ചില ആളുകളുടെ ദുരൂഹമായ ഇടപെടലുകൾ. ഒടുവിൽ പകയുടെ കത്തിമുനയിൽ പിടഞ്ഞു തീർന്നത് ഒരു കുടുംബത്തിന്റെ ആശ്രയമായിരുന്നു. കൊലയാളികളാകട്ടെ നാടിന്റെ പ്രതീക്ഷയായിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരും. ക്ഷമയും പകയും പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ പകയുടെ കത്തിമുനയാണ് അന്നവിടെ ജയിച്ചത്. തോറ്റുപോയത് പക്ഷേ പരസ്പര സ്നേഹത്തിന്റെ മാതൃകയാകേണ്ടവരും. കേവലം കളിക്കളത്തിലെ ഒരു ചെറിയ തർക്കം, എന്നാൽ അത് പകയായി മാറിയതോടെ തലസ്ഥാന നഗരിയെ ഞെട്ടിച്ച മറ്റൊരു കൊലപാതകമാണ് അന്നവിടെ അരങ്ങേറിയത്. പട്ടാപ്പകൽ തിരുവനന്തപുരം നഗരഹൃദയത്തിൽ, അതും പോലീസ് കമ്മീഷണർ ഓഫീസിന് മൂക്കിൻ തുമ്പത്ത് നടന്ന ഒരു കൊലപാതകം. അന്ന് ആ കുറ്റകൃത്യത്തിന് ഉത്തരവാദികളായവരിൽ കാപ്പ കേസ് പ്രതി മുതൽ പ്രായപൂർത്തിയാകാത്തവർ വരെ ഉണ്ടായിരുന്നു. കുറ്റകൃത്യങ്ങളുടെ ആവർത്തനത്തിൽ അന്ന് കളിക്കളങ്ങൾ വീണ്ടും ചോരമണക്കുന്ന കൊലക്കളങ്ങളായി മാറി. കൊലവെറിയുടെ അടങ്ങാത്ത അധ്യായം അവിടെ വീണ്ടും ഉണ്ടാവുകയായിരുന്നു. പകയുടെ അടങ്ങാത്ത കനലിൽ നീറി ഇരയുടെ ജീവൻ പിടയുന്നത് നോക്കി അന്നവർ നിന്നു. വിശദമായി പരിശോധിക്കാം കുറ്റവും ശിക്ഷയും. സാധാരണ ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു അന്ന്. വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിൽ പോകേണ്ട കുട്ടികൾ റോഡിൽ തടിച്ചുകൂടി നിന്നതോടെയാണ് പ്രദേശവാസികൾ അക്കാര്യം ശ്രദ്ധിച്ചത്. പതിവിൽ നിന്ന് വിപരീതമായി അന്ന് എന്തോ അവിടെ സംഭവിക്കുന്നുണ്ട്. കുട്ടികൾ തമ്മിലുള്ള സാധാരണ വഴക്കേ അല്ലാതെ എന്തോ അരുതാത്തത് സംഭവിക്കുകയാണെന്ന് പ്രദേശവാസികൾ ഉറപ്പിച്ചു. ചോരമണക്കുന്ന മറ്റൊരു കുറ്റകൃത്യത്തിന്റെ തുടക്കമായിരുന്നു അപ്പോൾ അവിടെ സംഭവിച്ചത്. 2025 നവംബർ 17 തിങ്കളാഴ്ച വൈകിട്ട് 5:20 MG രാധാകൃഷ്ണൻ റോഡ് തൈക്കാട് ക്ഷേത്രത്തിന് സമീപം തിരുവനന്തപുരം നഗരത്തിലെ തിരക്കേറിയ ഒരു വൈകുന്നേരം. തൈക്കാട് ശാസ്താക്ഷേത്രത്തിന് സമീപം അന്ന് പതിവിലും വലിയ തിരക്ക് കണ്ടതോടെയാണ് പ്രദേശവാസികൾ അത് ശ്രദ്ധിക്കുന്നത്. സ്കൂൾ യൂണിഫോം ധരിച്ച 30ഓളം കുട്ടികൾ ആ കൂട്ടത്തിലുണ്ട്. യൂണിഫോം ഇല്ലാത്ത യുവാക്കളെയും അവരുടെ കൂട്ടത്തിൽ കാണാം. ഓഫീസ് സമയം കഴിഞ്ഞ് വരുന്നവരുടെ തിരക്ക് രാധാകൃഷ്ണൻ റോഡിലുണ്ട്. അതിനു പുറമെയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ കൂട്ടം കൂടി നിൽക്കുന്നതും പ്രദേശവാസികൾ കണ്ടത്. പെട്ടെന്ന് വിദ്യാർത്ഥികൾ ചിതറിയോടി. ഇതോടെ റോഡിലൂടെയുള്ള ഗതാഗതം കുറച്ചു നേരത്തേക്കെങ്കിലും തടസ്സപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് നാട്ടുകാർക്ക് ആദ്യം വ്യക്തമായില്ല. കുട്ടികൾ തമ്മിലുള്ള തമ്മിലടിയാണെന്ന് ആദ്യം വിചാരിച്ചെങ്കിലും അതങ്ങനെയല്ല. അല്പം ഗൗരവമേറിയ എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട്. കുട്ടികൾ നാനാദിക്കിലേക്കും ഓടിയതോടെയാണ് നിലത്തു വീണ് കിടന്ന ചെറുപ്പക്കാരനെ നാട്ടുകാർ ശ്രദ്ധിച്ചത്. അതെ, ആരോ യുവാവിനെ കുത്തിയിരിക്കുന്നു. ചോര വാർന്ന് ആ യുവാവ് റോഡിൽ കിടക്കുകയാണ്. അതിനിടെ 2 പേർ ചേർന്ന് ആ യുവാവിനെ സ്കൂട്ടറിലേക്ക് പിടിച്ചു കയറ്റാൻ നോക്കി. കുത്തേറ്റതിനാൽ തന്നെ യുവാവിനെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചിരുന്നില്ല. കുത്തേറ്റ യുവാവിനെ അവർ അല്പം കഷ്ടപ്പെട്ടാണെങ്കിലും സ്കൂട്ടറിലിരുത്തി അതിവേഗം ഓടിച്ചുപോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രദേശവാസികൾക്കും വഴിയാത്രക്കാർക്കും മനസ്സിലായില്ല. വൈകിട്ട് 6 മണി, സർക്കാർ ജനറൽ ആശുപത്രി, വഞ്ചിയൂർ, തിരുവനന്തപുരം. അതിവേഗത്തിൽ ആ സ്കൂട്ടർ ഓടിച്ചുപോയത് 3 കിലോമീറ്റർ അകലെയുള്ള തിരുവനന്തപുരത്തെ സർക്കാർ ജനറൽ ആശുപത്രിയിലേക്കായിരുന്നു. വൈകിട്ട് 6 മണിയോടെ യുവാവിനെ സുഹൃത്തുക്കൾ ചേർന്ന അത്യാഹിത വിഭാഗത്തിലെത്തിച്ചു. യുവാവിന് പൂർണ്ണമായും ബോധം നഷ്ടപ്പെട്ട നിലയിലാണ്. ഷർട്ടിലാകെ ചോര പടർന്നിട്ടുണ്ട്. എന്താണ് പറ്റിയത്? അത്യാഹിത വിഭാഗത്തിലെ നഴ്സ് കാര്യം തിരക്കി. എന്നാൽ വ്യക്തമായ ഒന്നും തന്നെ ആ സുഹൃത്തുക്കൾ പറഞ്ഞില്ല. നെഞ്ചിൽ ഗുരുതരമായി മുറിവുണ്ടെന്ന് മാത്രം അവർ പറഞ്ഞു. ഡോക്ടർ എത്തി കുത്തേറ്റ യുവാവിനെ പരിശോധിച്ചു. ജീവൻ നിലനിർത്തേണ്ട പ്രാഥമിക നടപടികൾ ആശുപത്രി അധികൃതർ നൽകി. അതിനിടെ
യുവാവിന് കുത്തേറ്റതാണെന്ന് മനസ്സിലായതോടെ ആദ്യം വിവരം ആശുപത്രിയിലെ തന്നെ പോലീസ് എയ്ഡ് പോസ്റ്റിലേക്കും അവിടെ നിന്ന് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കും വിവരം കൈമാറി. കുത്തേറ്റ് ഗുരുതരാവസ്ഥയിലായ യുവാവിനെ ജനറൽ ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചിട്ടുണ്ട്. എത്രയും വേഗം ആശുപത്രിയിലെത്തണം. വിവരം ലഭിച്ച ഉടനെ കണ്ടോൺമെന്റ് പോലീസ് ആശുപത്രിയിലേക്ക് കുതിച്ചെത്തി. വൈകിട്ട് 6:10 ആശുപത്രി അധികൃതരുടെ ശ്രമം വിഫലമാക്കി ആ യുവാവ് മരണത്തിന് കീഴടങ്ങി. കണ്ടോൺമെന്റ് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. അതിനിടെ മരിച്ച യുവാവിന്റെ വിവരം പോലീസ് ശേഖരിച്ചു. ആശുപത്രിയിൽ എത്തിച്ച സുഹൃത്തുക്കളിൽ നിന്നാണ് വിവരം ശേഖരിച്ചത്. അലൻ, വയസ്സ് 18, D47, തോപ്പിൽ വീട്, അരിസ്റ്റോ ജംഗ്ഷൻ, രാജാജി നഗറിന് സമീപം, തമ്പാനൂർ, തിരുവനന്തപുരം. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അലന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റി. വൈകാതെ കണ്ടോൺമെന്റ് പോലീസ് FIR ഇട്ട് കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്തു. വൈകാതെ അലന്റെ മരണവിവരം കാട്ടുതീ പോലെ രാജാജി നഗറിലും പരിസരങ്ങളിലും വ്യാപിച്ചു. വൈകാതെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറി പരിസരം നിറഞ്ഞു. എന്തിനാണ് ആ യുവാക്കൾ അലനെ കുത്തിവീഴ്ത്തിയത്? പ്രതിസന്ധിയുടെ പല ഘട്ടങ്ങളിലൂടെയും കടന്നാണ് അലനും അമ്മയും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത്, പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ. അന്നോളം സംഭവിച്ച കാര്യങ്ങളുടെ വലിയൊരു ദുഃഖഭാരം നാട്ടിൽ ഉപേക്ഷിച്ചാണ് അവർ തലസ്ഥാനത്തേക്ക് എത്തിയത്. പക്ഷെ ആ വിധി ആ അമ്മയ്ക്ക് കാത്തുവെച്ചത് മറ്റൊരു ദുരന്ത വാർത്തയായിരുന്നു. അലന്റെ കുടുംബം യഥാർത്ഥത്തിൽ നെട്ടയം സ്വദേശികളായിരുന്നു. പിതാവ് മുൻപ് ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചിരുന്നു. മാതാവ് മഞ്ജുളയും സഹോദരി ആൻഡ്രിയയുമായിരുന്നു പിന്നീട് അലനെ പഠിപ്പിച്ചത്. സഹോദരി ആൻഡ്രിയയുടെ വിവാഹത്തിന് ശേഷം നെട്ടയത്തെ വീട്ടിൽ മഞ്ജുളയും അലനും തനിച്ചായി. മൂത്ത സഹോദരി ആൻഡ്രിയയും അലനും തമ്മിൽ വലിയ ആത്മബന്ധമായിരുന്നു. എന്നാൽ 1 വർഷം മുമ്പ് സഹോദരി ആൻഡ്രിയ ആത്മഹത്യ ചെയ്തതോടെ അലൻ മാനസികമായി തകർന്നു. അത്രയും പ്രിയപ്പെട്ട ചേച്ചിയുടെ വിയോഗം ആ 17-കാരനെ കടുത്ത നിരാശയിലേക്ക് തള്ളിവിട്ടു. പിതാവിന്റെയും സഹോദരി ആൻഡ്രിയയുടെയും മരണത്തിന് ശേഷം മഞ്ജുളയുടെ ഏക ആശ്രയമായി അലൻ. വൈകാതെ നെട്ടയത്തെ വീട്ടിൽ നിന്നും താമസം മാറ്റിയ മഞ്ജുളയും അലനും തമ്പാനൂരിലെ രാജാജി നഗറിന് സമീപത്തെ ആൻഡ്രിയയുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് താമസം മാറ്റി. മാനസികമായി ഏറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ അലൻ അതിനിടെ തന്റെ പഠനം ഉപേക്ഷിച്ചു. തുടർന്ന് മതപഠനത്തിന്റെ വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇതിനായി വൈകാതെ മഹാരാഷ്ട്രയിലേക്ക് പോയി. മഹാരാഷ്ട്രയിലെ പൂനെയിൽ സഭയുടെ കീഴിലുള്ള ബൈബിൾ പഠന കേന്ദ്രത്തിലേക്കാണ് അലൻ പോയത്. ഭാവിയിൽ ഒരു സുവിശേഷ പ്രസംഗകനാകാനുള്ള കോഴ്സ് അലൻ തിരഞ്ഞെടുത്തു. 8 മാസത്തെ പഠനശേഷം കോഴ്സിന്റെ അവധിക്കാലത്താണ് മെയ്യിൽ അലൻ നാട്ടിലേക്കെത്തിയത്. ജനുവരിയിൽ ഇതിന്റെ ഉന്നത പഠനത്തിന് വീണ്ടും പൂനെയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അലൻ. അലന്റെ മാതാവിന് ആദ്യം തിരുവനന്തപുരത്തായിരുന്നു ജോലി. പിന്നീട് കൊല്ലത്തെ ഒരു വീട്ടിലേക്ക് ജോലിക്കായി അലന്റെ മാതാവ് മാറി. നാട്ടിലെത്തിയ അലൻ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് കൂടുതൽ സമയവും ചെലവഴിച്ചത്. ഫുട്ബോൾ കളിക്കാനും കാണാനുമെല്ലാം അലൻ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം പോകുമായിരുന്നു. അതിനിടെയാണ് മോഡൽ സ്കൂളിലെ ടർഫിൽ നടന്ന ഫുട്ബോൾ മത്സരം കാണാൻ അലനും കൂട്ടുകാർക്കൊപ്പം പോയത്. (2025) നവംബർ 17 തിങ്കളാഴ്ച വൈകിട്ട് 4:15 ഗവൺമെന്റ് മോഡൽ ബോയ്സ് HSS തൈക്കാട്, തിരുവനന്തപുരം. അന്ന് സ്കൂൾ ഗ്രൗണ്ടിൽ 2 ടീമുകൾ തമ്മിലുള്ള വാശിയേറിയ ഫുട്ബോൾ മത്സരമാണ് നടന്നത്. ജഗതിയിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒരു വശത്തും രാജാജി നഗറിൽ നിന്നുള്ള കുട്ടികൾ മറുവശത്തും. തന്നെ കളി കാണാൻ വിളിച്ച സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം രാജാജി നഗറിൽ നിന്നുള്ള ടീമിൽ കളിച്ചിരുന്നു. 9-10 ക്ലാസ്സുകളിൽ നിന്നുള്ള കുട്ടികളാണ് കളിച്ചിരുന്നത്. ആവേശകരമായ കളിക്കിടെ പലപ്പോഴും കളി കാര്യമായി. ഇടയ്ക്കെല്ലാം തർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ നീണ്ടു. കളി കഴിഞ്ഞെങ്കിലും തർക്കം കളിക്കളത്തിന് പുറത്തേക്കും നീണ്ടു. അതിനിടെ ജഗതിയിൽ നിന്നുള്ള കുട്ടികളുടെ പക്ഷം പിടിച്ച് അല്പം മുതിർന്ന യുവാക്കളും അവിടേക്കെത്തി. അവർ കളി കാണാൻ ടർഫിലും എത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് തർക്കത്തിൽ ഇടപെടാൻ
അവർ കളത്തിനു പുറത്തും കാത്തുനിന്നത്. മുൻപും ഇരു ടീമുകളും തമ്മിൽ തർക്കം നടന്നിരുന്നു. ഇതിന്റെ ബാക്കിയാണ് അന്നവിടെ അരങ്ങേറിയത്. തിങ്കളാഴ്ച വൈകിട്ട് 5:10. ഇതിനിടെ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം ഗാന്ധി ഭവൻ റോഡിൽ നിന്നും 300 മീറ്റർ അകലെയുള്ള MG രാധാകൃഷ്ണൻ റോഡിലെ തൈക്കാട് ക്ഷേത്രത്തിന് സമീപത്തേക്ക് നീണ്ടു. സ്കൂൾ ഗ്രൗണ്ട് പരിസരത്ത് നിന്ന് ആരംഭിച്ച തർക്കത്തിൽ ജഗതിയിലെയും രാജാജി നഗറിലെയും സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നു ആദ്യമുണ്ടായത്. പിന്നാലെ യുവാക്കളിൽ പലരും അവിടേക്കെത്തി തർക്കത്തിൽ ഇടപെട്ടു. അതിനിടെ തർക്കത്തിൽ ഇടപെടാതെ മാറി നിന്ന അലൻ തർക്കം അവസാനിച്ച് മടങ്ങണമെന്ന് കുട്ടികളോട് പറഞ്ഞു. വൈകാതെ ജഗതിയിൽ നിന്നെത്തിയ യുവാക്കൾ അലന് നേരെ തിരിഞ്ഞു. അവൻ ആ രാജാജി നഗറിൽ നിന്നുള്ളവനല്ലേ, നീ ആരാടാ ഞങ്ങളോട് ആജ്ഞാപിക്കാനെന്ന് ആക്രോശിച്ചുകൊണ്ട് യുവാക്കളിൽ ഒരാൾ അലനെ കയ്യിലുണ്ടായിരുന്ന ഹെൽമറ്റ് ഉപയോഗിച്ച് തലയിലേക്ക് ശക്തിയോടെ പ്രഹരിച്ചു. അടിയുടെ ശക്തിയിൽ അലൻ താഴേക്ക് വീണു. നിലത്തു വീണ അലനെ യുവാക്കൾ സംഘം ചേർന്ന് മർദ്ദിക്കാൻ തുടങ്ങി. അതിനിടെ റോഡിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ശ്രമത്തിനിടെ യുവാക്കളിൽ ഒരാൾ അലനെ കുത്തി. ചെറിയ മൂർച്ചയേറിയ കത്തി കൊണ്ടാണ് അലന്റെ ഇടം നെഞ്ചിൽ കുത്തിയത്. നെഞ്ചിൽ ആഴത്തിൽ കുത്തിയിറങ്ങി കത്തി ഊരിയെടുത്ത് യുവാക്കൾ ഓടി മറഞ്ഞു. ഇതോടെ സംഭവസ്ഥലത്തുണ്ടായിരുന്ന കുട്ടികളും നാനാദിശയിലേക്ക് ഓടി. കുത്തേറ്റ് താഴെ വീണ അലൻ ജീവനായി പിടഞ്ഞു. ഇതിനിടയിലാണ് അലനൊപ്പം കളി കാണാനെത്തിയ സുഹൃത്തുക്കൾ ബൈക്കുമായി എത്തിയത്. നിലത്തു വീണ അലനെ അവർ എഴുന്നേൽപ്പിക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. അപ്പോഴേക്കും അലന് ബോധം നഷ്ടപ്പെട്ടിരുന്നു. തുടർന്ന് അലനെ പൊക്കിയെടുത്ത് ബൈക്കിലിരുത്തി അവർ വഞ്ചിയൂരുള്ള സർക്കാർ ജനറൽ ആശുപത്രി ലക്ഷ്യമാക്കി കുതിച്ചു. ഇനി പോലീസിന്റെ ഊഴമാണ്. നാട്ടുകാർ കാണുകെ പട്ടാപ്പകൽ നടന്ന ഒരു കൊലപാതകം. പ്രതികൾക്കായി പോലീസ് വലവിരിച്ചു. ദൃക്സാക്ഷികളുടെ മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തി. സമീപത്തെ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു. ഇനി വേണ്ടത് പ്രതികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിലെത്തിക്കുക എന്നതാണ്. അതിനിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. അതിലെ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. അലന്റെ ഇടതുനെഞ്ചിലാണ് ആഴത്തിൽ കുത്തേറ്റിരുന്നത്. കത്തി ഹൃദയത്തിലേക്ക് വരെ തുളഞ്ഞു കയറിയിരുന്നു. ഹൃദയത്തിനേറ്റ മുറിവ് കാരണം ആന്തരിക രക്തസ്രാവമുണ്ടായെന്നും ഇതാണ് മരണകാരണമായതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. മൂർച്ചയേറിയതും കനം കുറഞ്ഞതുമായ ആയുധം വാരിയെല്ലുകൾക്കിടയിലൂടെ ഹൃദയത്തിലേക്ക് തറച്ചുവെന്നാണ് ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനം. കുത്തേറ്റേറെ വൈകാതെ മരണം സംഭവിച്ചു. തലയിൽ എന്തോ ഒരു വസ്തു കൊണ്ടടിയേറ്റ പാടുണ്ട്. തലയിലെ ചതവ് ഗുരുതരമല്ല. കുത്തേറ്റ അലനെ 2 സുഹൃത്തുക്കൾ ചേർന്ന് ബൈക്കിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇരുവർക്കും മധ്യത്തിലായി ഇരുന്നിരുന്ന അലന്റെ കാലുകൾ യാത്രക്കിടെ നിലത്തുരഞ്ഞ മുറിവേറ്റ നിലയിലായിരുന്നു. യാത്രക്കിടെ തന്നെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. രാത്രി 9 മണി. അലന്റെ മൃതദേഹം കാണാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയവർക്ക് കരച്ചിലടക്കാനായില്ല. രാജാജി നഗറിലെയും നെട്ടയത്തെയും സുഹൃത്തുക്കളും ബന്ധുക്കളും ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തി. ഇതിനിടെ അലന്റെ മാതാവ് മഞ്ജുളയെ ബന്ധുക്കൾ വിവരമറിയിച്ചു. രാത്രി 10 മണി. കൊല്ലത്തൊരു വീട്ടിൽ വീട്ടുജോലിക്കാരിയായിരുന്നു ആ സമയത്ത് മഞ്ജുള. അലനൊരു അപകടം പറ്റിയിട്ടുണ്ടെന്നും എത്രയും വേഗം തിരുവനന്തപുരത്ത് എത്തണമെന്നുമായിരുന്നു ബന്ധുക്കൾ മഞ്ജുളയോട് പറഞ്ഞിരുന്നത്. വിവരമറിഞ്ഞ് രാത്രി 10 മണിയോടെ മഞ്ജുള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയെങ്കിലും ചേതനയറ്റ തന്റെ ഏക ആശ്രയമായ മകന്റെ മൃതദേഹമാണ് കണ്ടത്. ഭർത്താവിന്റെ അപകട മരണം, പിന്നാലെ മകളുടെ ആത്മഹത്യ, ഇപ്പോഴിതാ തന്റെ മകന്റെ മരണവും. ആ അമ്മ തളർന്നു വീണു. അതിനിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അലന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വൈകാതെ പ്രാഥമിക ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കണ്ടോൺമെന്റ് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് 500 മീറ്റർ മാറി അകലെയാണ് കൊലപാതകം നടന്ന MG രാധാകൃഷ്ണൻ റോഡ് പരിസരം. പോലീസ് കമ്മീഷണറുടെ ഓഫീസിന്റെ മുക്കിന് തുമ്പത്ത് നടന്ന കൊലപാതകം പോലീസിന് നാണക്കേടായി മാറിയിരുന്നു. സ്കൂൾ അധികൃതരുടെ സഹായത്തോടെ അന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിച്ചിരുന്ന 30ഓളം കുട്ടികളുടെ പേര് വിവരങ്ങൾ തയ്യാറാക്കി. തുടർന്ന്
ഇവരുടെ സഹായത്തോടെയാണ് സംഭവ ദിവസത്തെ കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞത്. നടന്ന ഓരോ സംഭവങ്ങളും കുട്ടികൾ പറഞ്ഞു. അന്ന് അവിടെ എത്തിയ യുവാക്കളെ പറ്റിയുള്ള ഏകദേശ ധാരണയും പോലീസിന് ലഭിച്ചു. വൈകാതെ പോലീസ് അലൻ കൊലക്കേസിലെ ചാർജ് ഷീറ്റ് തയ്യാറാക്കി. സംഘത്തിലുണ്ടായിരുന്ന ജഗതി സ്വദേശിയായ 16-കാരനായ +2 വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം. ഈ കുട്ടിയാണ് മുതിർന്നവരായ ജഗതി സ്വദേശികളായ യുവാക്കളെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് വിളിച്ചു വരുത്തിയതെന്ന് മറ്റു കുട്ടികളുടെ മൊഴിയിൽ നിന്ന് പോലീസ് കണ്ടെത്തി. വൈകാതെ ഈ കുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രായപൂർത്തിയാകാത്തതിനാൽ കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി. ഈ കുട്ടിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൊലപാതകത്തിൽ ജഗതി സ്വദേശികളായ യുവാക്കളുടെ പങ്ക് പോലീസിന് ബോധ്യപ്പെട്ടത്. ഒരു മാസം മുമ്പ് നടന്ന മറ്റൊരു ഫുട്ബോൾ മത്സരത്തിനിടെയാണ് സംഭവ വികാസങ്ങളുടെ തുടക്കം. പിടിയിലായ 16 വയസ്സുകാരനായ വിദ്യാർത്ഥിയുടെ സഹോദരനോട് മോശമായി പെരുമാറിയതാണ് അന്ന് സംഘർഷത്തിന് കാരണമായത്. 16 വയസ്സുകാരന്റെ സഹോദരനോട് മത്സരത്തിനിടെ രാജാജി നഗറിലുള്ള ഒരു വിദ്യാർത്ഥി കയർത്ത് സംസാരിച്ചിരുന്നു. അലൻ കൊല്ലപ്പെട്ട ദിവസം ഈ വിദ്യാർത്ഥി വീണ്ടും 16-കാരനുമായി കൊമ്പുകോർത്തു. ഇതോടെയാണ് ഫുട്ബോൾ മത്സരം നടന്നുകൊണ്ടിരിക്കെ 16-കാരൻ തന്റെ സഹോദരനെ വീണ്ടും വിവരമറിയിച്ചത്. പിന്നാലെ ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായി ജഗതിയിൽ നിന്ന് ഇവർ സംഘമായി എത്തി. എന്നാൽ ജഗതിയിൽ നിന്നെത്തിയ സംഘത്തിൽ കാപ്പാക്കസ് പ്രതിയും ഉണ്ടായിരുന്നു. തർക്കം പരിഹരിക്കാനുള്ള സംസാരത്തിനിടെ ഇവർ തമ്മിൽ വീണ്ടും തർക്കമുണ്ടായി. ഇതിനിടെയാണ് തർക്കം അവസാനിപ്പിച്ച് ഇവരോട് മാറിപ്പോകാൻ അലൻ ആവശ്യപ്പെട്ടത്. ഇതായിരുന്നു അലനെതിരായ പ്രകോപനത്തിന് കാരണം. അലനെ കുത്തി വീഴ്ത്തിയതിന് പിന്നാലെ സംഘം സംഭവസ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞുവെന്നും 16-കാരൻ ചോദ്യം ചെയ്യലിനിടെ മൊഴി നൽകി. ഫുട്ബോൾ മത്സരത്തെ തുടർന്ന് നിരന്തരം മേഖലയിൽ സംഘർഷമുണ്ടായിരുന്നുവെന്നും പോലീസിനിത് തടയാനായില്ലെന്നും വൈകാതെ വ്യാപക വിമർശനമുയർന്നു. ഇതോടെ ഒളിവിലുള്ള പ്രതികൾക്കായി പോലീസ് വ്യാപക അന്വേഷണം ആരംഭിച്ചു. ക്രിമിനൽ കാപ്പാക്കേസ് പ്രതികൾ ഉൾപ്പെടെ സംഘർഷത്തിൽ പങ്കുണ്ടെന്ന് വൈകാതെ പോലീസിന് സൂചന ലഭിച്ചു. മ്യൂസിയം പോലീസിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളും അന്ന് ജഗതിയിൽ നിന്നെത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നതായും വൈകാതെ പോലീസ് സ്ഥിരീകരിച്ചു. 8 പേർ അടങ്ങുന്ന സംഘമാണ് അലന്റെ സംഘത്തോട് ഏറ്റുമുട്ടിയത്. പിന്നാലെ കേസിലെ 6ഉം 7ഉം പ്രതികളായ 27 വയസ്സുള്ള സന്ദീപ്, 20 വയസ്സുള്ള അഖിലേഷ് എന്നിവരെ കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. സന്ദീപ് നിരവധി ക്രിമിനൽ കേസുകളിലും മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കാപ്പ കേസിലും പ്രതിയാണ്. അഖിലേഷും നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസ് കണ്ടെത്തി. ഇതിനിടെ കേസിലെ മുഖ്യ സൂത്രധാരനായ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ പൂജപ്പുര ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി. പോലീസ് കുരുക്കുമുറുക്കിയതോടെ പ്രതികളുടെ ഒളിവ് ജീവിതവും അവസാനിച്ചു. ഒടുവിൽ നിയമത്തിന് മുന്നിൽ കീഴടങ്ങാൻ തന്നെ അവർ തീരുമാനിച്ചു. പക്ഷേ അലനെ കുത്താൻ ഉപയോഗിച്ച കത്തി കാണാനില്ല. കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞുമറിഞ്ഞു. കേസിലെ നിർണായകമായ തൊണ്ടി മുതലാണ്. അത് കടലിൽ വലിച്ചെറിഞ്ഞു എന്ന് ചില പ്രതികൾ, അതല്ല കളഞ്ഞുപോയെന്ന് മറ്റു പ്രതികൾ. വൈകാതെ പോലീസ് തന്നെ അതിനുത്തരം കണ്ടെത്തി. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ വേറെ വഴിയില്ലെന്ന് ബാക്കി പ്രതികൾക്ക് ബോധ്യമായി. വൈകാതെ ഒളിവിൽ കഴിഞ്ഞിരുന്ന മുഖ്യപ്രതി ഉൾപ്പെടെ പ്രധാന പ്രതികളായ 5 പേർ വഞ്ചിയൂരുള്ള തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ടെത്തി കീഴടങ്ങുകയായിരുന്നു. മുഖ്യപ്രതി 19 വയസ്സുള്ള അജിൻ ജോബി, 19 വയസ്സുകാരൻ അഭിജിത്ത്, 20-കാരൻ കിരൺ, 18-കാരൻ നന്ദു, 19-കാരൻ അഖിൽലാൽ എന്നിവരാണ് കോടതിയിൽ നേരിട്ടെത്തി കീഴടങ്ങിയത്. കോടതി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കണ്ടോൺമെന്റ് പോലീസിന് അനുമതി നൽകുകയും ചെയ്തു. ഇതോടെ കേസിൽ മുഴുവൻ പ്രതികളുടെ ലിസ്റ്റും പോലീസ് രേഖപ്പെടുത്തി. അജിൻ ജോബി എന്നറിയപ്പെടും. പ്രായം 20. ജഗതി, തിരുവനന്തപുരം. ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതി. റൌഡി ലിസ്റ്റിൽ പേരുകാരൻ. അലനെ കത്തികൊണ്ട് കുത്തിയ മുഖ്യപ്രതി. 2 നന്ദു, പ്രായം 18. ജഗതി, തിരുവനന്തപുരം. 3 അഭിജിത്ത്, പ്രായം 19. ജഗതി, തിരുവനന്തപുരം. 4 കണ്ണൻ, കിരൺ എന്ന് വിളിക്കും. പ്രായം 20. ജഗതി, തിരുവനന്തപുരം. 5 അപ്പു, അഖിൽലാൽ, പ്രായം 19. ജഗതി, തിരുവനന്തപുരം. സന്ദീപ്, പ്രായം 27. ജഗതി, തിരുവനന്തപുരം. കാപ്പാക്കസ് പ്രതി. അഖിലേഷ്, പ്രായം 20. ജഗതി, തിരുവനന്തപുരം. പ്രതികൾക്കെതിരെ വൈകാതെ ഭാരതീയ ന്യായ സംഹിത 103 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. കേസിൽ ഹാജരാക്കിയ പ്രതികളെ
14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. വൈകാതെ കൊലപാതകത്തിന് ഉപയോഗിച്ച പ്രധാന ആയുധമായ കത്തി കണ്ടെത്താനായി പ്രതികളായ അജിൻ, കിരൺ, നന്ദു എന്നിവരെ അന്വേഷണ സംഘം 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. തുടർന്ന് മുഖ്യപ്രതി അജിനെ സംഭവസ്ഥലത്തെത്തിച്ച് കൊലപാതകം പുനരാവിഷ്കരിച്ചു. ഒരു കൂസലും കൂടാതെ MG രാധാകൃഷ്ണൻ റോഡിലൂടെ നടന്ന പ്രതി പോലീസ് സംഘത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചു. കേസിലെ നിർണായക തെളിവായിരുന്നു അലനെ കുത്താൻ ഉപയോഗിച്ച കത്തി. തെളിവെടുപ്പിനിടെ കത്തി കടലിൽ കളഞ്ഞുവെന്നും മറ്റും പറഞ്ഞ പ്രതികൾ തെളിവ് നശിപ്പിക്കാനും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചിരുന്നു. ഇതോടെ കത്തിക്ക് വേണ്ടി പോലീസ് അന്വേഷണം വ്യാപകമാക്കി. പ്രതികളെ തുടർച്ചയായി പോലീസ് ചോദ്യം ചെയ്തെങ്കിലും കത്തിയെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. അതിനിടെ പ്രതികൾ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പൂർണ്ണമായും സഹകരിക്കാതിരുന്നതും അന്വേഷണത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു. കത്തി തങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടമായെന്ന് മുഖ്യപ്രതി അജിൻ പറഞ്ഞത് കേസന്വേഷണത്തെ ഇടയ്ക്കെല്ലാം വഴിതെറ്റിച്ചു. ആയുധം മനഃപൂർവ്വം മറച്ചുവെച്ച ശേഷം കേസിന്റെ തെളിവില്ലാതാക്കാനാണ് പ്രതികൾ ശ്രമിച്ചത്. അതിനിടെ കൊലയ്ക്കുപയോഗിച്ച ആയുധം കണ്ടെത്തുന്നതിൽ കാലതാമസം നേരിട്ടത് പോലീസിന് മുന്നിൽ വലിയ വെല്ലുവിളിയായി. കത്തി വിഴിഞ്ഞം ആഴിമലക്കടലിൽ ഉപേക്ഷിച്ചെന്നും ഒഴിഞ്ഞ പറമ്പിൽ വലിച്ചെറിഞ്ഞെന്നും പ്രതികൾ പറഞ്ഞിരുന്നു. പ്രതികളുടെ വാക്കുകേട്ട് തിരച്ചിൽ നടത്തിയെങ്കിലും പോലീസിന് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വൈകാതെ അലനെ കുത്താൻ ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെത്തി. പ്രതികളുടെ ജഗതിയിലുള്ള വീടിന് സമീപത്തെ ഷെഡിൽ നിന്നാണ് കത്തി കണ്ടെത്തിയത്. കത്തി സംബന്ധിച്ച് പ്രതികൾ പരസ്പര വിരുദ്ധമായ മൊഴി നൽകിയെങ്കിലും കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അവസാനം സത്യം പുറത്തുവന്നത്. അലൻ വധക്കേസിൽ പ്രതികളെല്ലാം പിടിയിലായി കഴിഞ്ഞു. ഇനി വിചാരണയാണ്. നിയമത്തിന്റെ തട്ടിൽ പ്രതിഭാഗവും വാദിഭാഗവും ഉന്നയിക്കുന്ന വാദങ്ങൾ അളന്ന് അവിടെ നീതി നിർവഹിക്കപ്പെടും. ഒടുങ്ങാത്ത പകയ്ക്കിരയായി ജീവൻ നഷ്ടപ്പെട്ട ആ അമ്മയുടെ ഏക ആശ്രയമായിരുന്ന അലൻ എന്ന യുവാവിന് നീതി ലഭിക്കുമോ? നഗരത്തിൽ 1 മാസമായി തുടർന്നു വന്ന തർക്കം ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ച ക്രൂരകൃത്യം. പിടിയിലായ 8 പ്രതികളെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുമുള്ള നടപടികളിലാണ് പോലീസ്. പ്രതികൾ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ തുടരുകയാണ്. മുഖ്യപ്രതിയായ അജിന് പുറമെ അഭിജിത്ത്, കിരൺ, നന്ദു, അഖിൽലാൽ, സന്ദീപ്, അഖിലേഷ് എന്നിവരാണ് വിചാരണാ തടവുകാരായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്നത്. പ്രതികൾ അന്വേഷണത്തോട് കൃത്യമായി സഹകരിച്ചിരുന്നില്ലെന്ന് പോലീസ് നേരത്തെ തന്നെ കോടതിയെ അറിയിച്ചിരുന്നു. കേസിൽ വിചാരണാ നടപടികൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. ഭാരതീയ ന്യായ സംഹിത പ്രകാരം കൊലക്കുറ്റവും ഗൂഢാലോചനയുമാണ് പ്രതികൾക്ക് നേരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റങ്ങൾ. ഗൂഢാലോചന കേസിൽ പ്രായപൂർത്തിയാകാത്ത ജഗതി സ്വദേശിയായ 16-കാരനും പൂജപ്പുരയിലെ തന്നെ ഒബ്സർവേഷൻ ഹോമിലാണ് കഴിയുന്നത്. നിയമത്തിന് മുന്നിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. പട്ടാപ്പകൽ നാട്ടുകാർ കാണുക നടത്തിയ ക്രൂര കൊലപാതകം. നടങ്ങുന്ന സംഭവത്തിൽ പ്രതികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ പോലീസ് തേടിയത് നിരവധി വഴികളാണ്. കുട്ടികൾക്കിടയിൽ പുകഞ്ഞുകൊണ്ടിരുന്ന പകയുടെയും തർക്കത്തിന്റെയും പരമ്പരകൾ. കൃത്യസമയത്ത് അതെല്ലാം കണ്ടെത്തി പരിഹരിച്ചിരുന്നുവെങ്കിൽ ഒരു കുറ്റകൃത്യം അവിടെ ഒഴിവാക്കാമായിരുന്നു. ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിയുമായിരുന്നു. പകയുടെ പേരിൽ നമ്മുടെ യുവാക്കൾക്കിടയിൽ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ജീവനുകൾ അപഹരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഒരു അവസാനം കണ്ടേ മതിയാകൂ. നാളെ മറ്റൊരു കേസുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.